സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് നീ അരുളി ചെയ്തു. നിന്റെ വിജയത്തിന്റെ കൊടിയാകുന്ന അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ ഇത്തരസർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ പാപവിഷബാധയേറ്റവരാ ഞങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി ഉയർത്തുന്നു. നിന്റെ ആദ്യന്ത്യ വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിമാന്റെ ഓർമ്മ വാഴുവിന് ഞങ്ങളുടെ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർക്കണമെന്നും അവരുടെ വിശ്വാസം അനുകരിക്കണമെന്നും വിശുദ്ധ പൗലോസ്ലീഹ ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ആരുടെ പെരുന്നാൾ ആഘോഷത്തിന് പ്രകാരമായി കൊടിയുയർത്തുന്നുവോ പരിശുദ്ധയും ദൈവമാതാവുമായ കന്യമറിയാമിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ വാഴ്വിനും അനുഗ്രഹത്തിനുമായി തീരണമേ. ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടവകയ്ക്കും അതിലെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഈ ദേശത്തിനും നാടിനും ഒരു പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരണമേ. നിന്റെ മാതാവിന്റെയും സ്ത്രീയന്മാരുടെ സഹോദരന്മാരുടെ ജീവിത മാതൃകയെ പിന്തുടരുന്നതിനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും അനുഭവമാക്കണമേ. നിന്റെ കുരിശടയാളം കൊടികളിൽ പതിപ്പിച്ച് ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച ക്രിസ്തുദിനോസ് ചക്രവർത്തിയെ പോലെ ഞങ്ങൾ ഈ പെരുന്നാളിന് ഉയർത്തുന്ന ഈ കൊടി മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളും ജയിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരേറ്റുമാറാകണമേ. ആമേൻ. എന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും നാമത്തിൽ ഈ കൊടി വാഴ്ത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് വെടിപ്പുള്ളതായി തീരട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകാൽ ഞങ്ങൾ ആത്മാവിനു ദൈവപ്രസവേത്രീ കന്യകമറിയാമി ഉയരുന്നോ ശ്രീവാഴുക സ്വർഗത്തിൽ ശ്രീവാഴുക ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസം പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥതയാണ് ഈ നാടിന്മേലും ദേശത്തിന്മേലും ഈ ഇടവകമേലും പരിശുദ്ധ സഭയിന്മേലും ലോകത്തിന്മേലും സർവസൃഷ്ടികളുടെയും സർവജനാചരങ്ങളുടെ മേലും വാങ്ങിപ്പോയ ആത്മാക്കളുടെ മേലും കൺവെൻഷൻ യോഗങ്ങളും പെരുന്നാൾ ശുശ്രൂഷകളും നേർച്ചകളും കാഴ്ചകളുമായി നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് വിശ്വാസികൾ അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നല്ല, എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ജാതി വിഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയാണ്. ഇതിൻ്റെ തുടക്ക ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി. ഇതിൻ്റെ കുർബാന അർപ്പിച്ച് പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങൾ, തുടർന്നുള്ള മണിക്കൂറുകൾ, മിനിറ്റുകൾ, നിമിഷങ്ങളെല്ലാം അനേകായിരം വിശ്വാസികളെയും കൊണ്ട് ഈ പുണ്യഭൂമി നിറയുവാൻ പോവുകയാണ്. ഈ വർഷത്തെ 15 നോമ്പിൻ്റെ ഈ പെരുന്നാൾ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹകരമായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കഞ്ചൂപ്പാർ വലിയ പള്ളി സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയ്ക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥത അടയുന്ന എല്ലാ വിശ്വാസികൾക്കും ജനവിഭാഗങ്ങൾക്കും സ്നേഹവും ആശംസയും മംഗളങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. എല്ലാവരെയും ശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ മധ്യസ്ഥതയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.